പേരെന്ന് വല്ലാതെ വിഷമിക്കുന്നു. മനോരമയുടെ പ്രധാന വാർത്തയുടെ തലക്കെട്ട് ഇഡിയെ ആക്രമിച്ചു എന്നാണ്. മനോരമയ്ക്ക് തെറ്റുപറ്റിയതാണ്. ഇഡിയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ഇവർ അക്രമമേ അല്ല. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് കണ്ണൂരോ കോഴിക്കോട്ടോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 100% സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു. പിന്നെ മനോരമയ്ക്ക് മറ്റു ചിലർക്കും ഹൃദയവേദനയുണ്ടായ വാഹനത്തിന്റെ ചിമ്പുപൊട്ടിയ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നവരല്ല. ഒരു തെറ്റായ നടപടിയെയും ഒരു ദിശതെറ്റിയ പ്രതിഷേധത്തെയും ഇത്തരത്തിലുള്ള നടപടികളെയും അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല ഇടതുപക്ഷ പാർട്ടികൾ. ഞങ്ങളായിരുന്നു. വാഹനത്തിന്റെ ചില്ല് പൊട്ടിയതിൽ നിന്നത് തിരുവനന്തപുരത്തെ LDF-ന്റെ നേതാക്കൾ, CPIM നേതാക്കൾ സമയോചിതമായി ഇടപെട്ട് വളരെ പണിപ്പെട്ട് പാടുപെട്ട് അവിടെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പൂർണ്ണമായും സമാധാനപരമായിരിക്കണം പ്രതിഷേധം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അണപൊട്ടികളും ഒഴുകിയെത്തുന്ന വലിയൊരു ജനസഞ്ചയം ഒരു നെറികേടിനെതിരെ രാഷ്ട്രീയ പകയോടുകൂടിയുള്ള തീർത്തും നിയമവിരുദ്ധമായ വേട്ടയാടലിനെതിരെ അങ്ങേയറ്റം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനസഞ്ചയത്തിനിടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര ഏജൻസിയുടെ ആളുകൾ വരുന്ന വാഹനം ആ ഉദ്യോഗസ്ഥരെന്ന് ഉത്തരവാദികളാണെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. വരുമ്പോ ഉണ്ടാവുന്ന ഉടനെ ഉണ്ടാവുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിനെയൊന്നും സ്വാഗതം ചെയ്യുന്നവരല്ല. പക്ഷെ അത് കാണുമ്പോഴേക്ക് ആക്രമിച്ചു എന്നൊന്നും വലിയ വായിൽ പറയരുത്. അത് ആ ഘട്ടത്തിൽ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലെ തീവ്രമായി പ്രതികരിക്കുന്ന ഏതോ ചില ആളുകൾ ആ ഘട്ടത്തിൽ ഒരു നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവും. അതുണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അതിനൊന്നും ഞങ്ങൾക്ക് മടിയില്ല. പക്ഷെ അതാണ് ഈ ഇന്നലെ നടന്ന പ്രതിഷേധത്തിന്റെ ആകെ തുക എന്ന് വിലയിരുത്തിയാൽ നിയമവിരുദ്ധമായി രാഷ്ട്രീയ പകയോടെ ആർക്കും ന്യായീകരിക്കാനാവാത്ത ഒരു ചെയ്തിക്ക് ചൂട്ടുപിടിക്കുന്ന ഇഡിയുടെ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഒപ്പം നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കുന്നതായി പോകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏതെങ്കിലും അക്രമത്തെ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷം. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഇങ്ങനെയൊന്നുമല്ല സംഭവിക്കുക എന്നും കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർത്തും സമാധാനപരമായി ജനാധിപത്യപരമായി പരമാവധി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ പ്രതിഷേധം മുൻപോട്ട് പോകും. രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്ത് ഇത്തരം ഏജൻസികളെ കൊണ്ട് വിടുപണി ചെയ്യിപ്പിക്കുന്ന നല്ല അന്തസ്സുള്ള ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യേണ്ട ഒരു വിഭാഗത്തെ ചെങ്ങലക്കെട്ട് കഴുത്തിൽ ചെങ്ങലയിട്ട് കൊണ്ടു നടക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തിന്മകൾക്കെതിരെ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ അതിന് ചൂട്ടുപിടിച്ചു കൊടുത്ത് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത് അതിനോടൊപ്പം അണിനിരന്ന് കൈപ്പത്തിയും താമരയും തമ്മിൽ എപ്പോഴും മാറിപ്പോകുന്ന കേരളത്തിലെ ഭരണ നേതൃത്വത്തിനെതിരെയെല്ലാം രാഷ്ട്രീയമായി തന്നെ ഇവരെ തുറന്നുകാട്ടിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തി ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് നാടിന്റെയും ജനങ്ങളുടെയും ക്ഷേമത്തെ മുൻനിർത്തി ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുന്നിൽ മങ്ങിപ്പോകുന്ന ഒന്നല്ല LDF എന്ന് കേരളത്തിന്റെ ചരിത്രം അറിയുന്ന സകലർക്കും അറിയാം. ആ ചരിത്രം മറക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിലും ഇന്നലെ നടന്നതുപോലെയുള്ള നിറകെട്ട രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ ഈ തെരുവുകളിൽ ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത
സമരസാഗരമായി മാറാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമര കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.